അങ്ങനെ ഗൈസ് ഞങ്ങൾ തിരിച്ച് വെൽക്കം ബാക്ക് ഓക്കെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ തിരിച്ച് ഡൽഹി എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഡൽഹി എത്തിയിട്ട് നമ്മൾ ഷീമനെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, വേറെ കൊണ്ടല്ല, കുറച്ചൊക്കെ ഞങ്ങളുടെ ഓട്ടത്തിലായിരുന്നു. വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി പോയി. അതിന് വണ്ടി സർവീസ് കൊടുത്തു. നമ്മൾ ചാർജർ തണുപ്പ് കാരണം ജീവൻ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ് പെട്ടെന്ന്. അതിന് തന്നെ അതിന്റെ ഡ്രൈവിംഗിലായിരുന്നു. ഷൂട്ട് ചെയ്യാനുള്ള ഇത് കിട്ടിയില്ല, അപ്ഡേറ്റ്സ് ഒന്നും തരാൻ പറ്റിയില്ല. അത്രയും ഡ്രൈവിംഗിലായിരുന്നു. ഞങ്ങൾ ഉറങ്ങിയില്ല. ഒരു 3 ദിവസം എടുത്ത് നേരെ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു പോകുന്നുണ്ടായില്ല. അപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം നമ്മൾ വണ്ടി സർവീസിന് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കിരണ്ട ബൈക്കിനാണ് അതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിൻ്റെ ചാർജർ ഒന്ന് കത്തിപ്പോയത് നമ്മൾ പുതിയ ചാർജർ മേടിച്ചപ്പോൾ പഴയ ചാർജർ അവർ കൊണ്ടുവന്ന് കഴിയുമ്പോൾ റീപ്ലേസ്മെൻറ്റ് ചാർജർ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ പൈസ തിരിച്ചാന്ന് പറഞ്ഞിരുന്നു. അതില്ലാന്ന് അവർ പറഞ്ഞു. പഴയ ചാർജർ റിപ്പയർ ചെയ്യുന്ന അവരിപ്പോൾ പറയണത്. അതെന്താണെന്ന് അറിയില്ല, ഷോറൂമിൽ പോയി നോക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടസ് ടെമ്പിൾ അല്ലേ? ലോട്ടസ് ടെമ്പിൾ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ 2 വളരെ മെച്ചമാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ബ്രോ ഹായ്, ഒന്ന് പേര് പറയൂ. ആദർശ്. മുങ്കില് നമ്മുടെ കൊടുങ്ങല്ലൂരിലാണ് ഇവരുടെ വീട് അല്ലേ? 2 പേരുടെ ഇവിടെ തന്നെ. എത്ര ദിവസം ഇറങ്ങിയിട്ട്? ഞങ്ങളിപ്പോൾ ഒരു 9-ാം തീയതി ഇറങ്ങിയാണ്. 9-ാം തീയതി ഇറങ്ങിയാണല്ലേ? അപ്പോൾ ഇനി ഇങ്ങോട്ടൊക്കെ പോകാനുള്ള പ്ലാൻ? ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് മണാലി പോകണം. ഫുള്ളും ചെയ്യാനുള്ള പ്ലാൻ ഇല്ല. അപ്പോൾ എപ്പോഴത്തേക്ക് തിരിച്ചെത്തും? മില്ല് തിരിച്ചൊരു 27-28-ാം തീയതി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ ലോട്ടസ് ടെമ്പിൾ കാണാൻ അങ്ങനെ ഇരിക്കണം കേട്ടോ. ഇവിടെ വന്ന് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട അവരവിടെ നിന്ന് നൈസായിട്ട് ഫോണിൽ മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പം പോയി നൈസായിട്ട് ടോക്ക് ചെയ്തു അല്ലേ? നമുക്ക് മണാലിയിലേക്ക് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഗൈസ് ലോട്ടസ് ടെമ്പിൾ കണ്ടില്ലേ? ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞേ എനിക്കറിയോ? ഹിസ്റ്ററി അറിയാൻ പാടില്ല. ഇതിനെന്ത് ഹിസ്റ്ററി? വെറുതെ പറഞ്ഞത് വെച്ചാണല്ലോ. അതെന്തെങ്കിലും നേരത്തെ വന്നില്ലേ? പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നേരം ഇത്ര ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല സൈലന്റ് ആണ്. ഒരു മെഡിറ്റേഷൻ ലെവലിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല സൈലന്റ് ഏരിയ. പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയായിരുന്നു അന്ന്. അപ്പൊ അവിടെ കയറുമ്പോഴത്തേക്ക് ചോദിച്ചിട്ടുണ്ടോ കീപ് സൈലൻസ്, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. പക്ഷെ നല്ല അടിപൊളി പോയി അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ. ഇവിടെ ഗായ്സ് ലോട്ടസ് ടെമ്പിൾ കാണാൻ വരുമ്പോൾ പ്രത്യേകിച്ചുള്ള എൻട്രി ഫീസൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇനി അകത്തോട്ട് പോകുമ്പോൾ എൻട്രി ഫീ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഡൽഹി വരുമ്പോൾ എല്ലാവരും മാസ്ക് ഇട്ട് നടന്നോളണം. അല്ലെങ്കിൽ എത്ര രൂപ ഫൈൻ? 2000 രൂപ. 2000 രൂപയാണ് ഡൽഹിയിൽ വന്ന് മാസ്ക് നടന്നതിനുള്ള ഫൈൻ. ഹെൽമെറ്റ് ഇല്ലാത്തതിന് 5000 രൂപ. ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ 5000 രൂപ. പക്ഷെ അത് വലിയ സീൻ ഉണ്ടാവില്ല, കാരണം അത്യാവശ്യം ഹെൽമെറ്റൊക്കെ വെച്ച് ഓടിക്കും. കാരണം ഇവിടുത്തെ ആളുകൾക്ക് ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആയതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റ് വെച്ചിരിക്കും ഉറപ്പായിട്ടും. സേഫ്റ്റി മുഖ്യം പറഞ്ഞാൽ. വേറെ സങ്കട വാർത്തയുണ്ട്. അതായത് 2 ദിവസം കഴിയുമ്പോൾ കിരമച്ച നമ്മളെ വിട്ട് പോകണതാണ്. അപ്പം നാളെ 20 ദിവസം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായി മാസമായി. അത് ശരിയാണ്ട. അപ്പോൾ കിരൺ നാളെ നമ്മൾ കിരണിൻ്റെ ബൈക്ക് പാഴ്സൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ജനറേറ്റർ, പല ആളുകളും നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് കുറച്ച് ഡിസ്കറേജ്മെൻറ്റ് വന്നു. അത് വേറെ ഒന്നുമില്ല, ഡൽഹി ടു മണാലി റൂട്ടിൽ നമ്മൾ പെട്ടുപോയിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്തത്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ പ്ലാൻ ഉണ്ടെങ്കിൽ ജനറേറ്റർ കിരണിൻ്റെ ബൈക്ക് പാഴ്സൽ ചെയ്യുന്ന ഒപ്പം തന്നെ നമ്മൾ ജനറേറ്ററും പാഴ്സൽ ചെയ്യുന്നതാണ് തിരിച്ച് നമ്മൾ എങ്ങനെ ഡൽഹി വരെ വന്നു അതേപോലെ തന്നെ റോഡ് സൈഡിൽ ധാബുകളിലും പെട്രോൾ പമ്പിലൊക്കെ ചാർജ് ചെയ്ത് തന്നെ നമ്മൾ തിരിച്ചു വരാൻ പോകണം കേട്ടോ. ഇതിലോട്ട് സംഭവിക്കി ഇതെങ്ങനെ പറഞ്ഞു പോവും ഇല്ലേ? ഡൽഹിയിൽ തിരക്കിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം വണ്ടി പിടിച്ചവൻ ഒരിക്കലും വിചാരിക്കില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അത് പോണത് വെച്ചിട്ടുണ്ടോ. അമ്മാതിരി ട്രാഫിക്കും അതുപോലെ തന്നെ കാണാൻ നല്ല അടിപൊളി സ്ഥലങ്ങളും. അതിന് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ.
പണി കിട്ടി കാരണം വേറെ ഒന്നുമില്ല. അതായത് എനിക്കൊന്ന് കോവിഡിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു അകത്തോട്ട് കയറ്റി വിടണില്ല. അത് കയറാൻ പറ്റില്ല, കണ്ടില്ലേ? കാരണം കോവിഡ് പ്രിക്കോഷൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത് അല്ലേ? കയറാതായിരിക്കും ആയിക്കോളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കേട്ടാലും മറ്റേ ഞങ്ങൾ ഇന്ന് പാർലമെൻറ്റ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്ത് സംഭവം ഉണ്ടെങ്കിൽ അവിടെ കൊറോണയുടെ ഭാഗമായിട്ട് കൂട്ടിയിട്ടൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ നമ്മുടെ നരേന്ദ്രമോദി വരുന്നതുകൊണ്ട് അത് അവിടെയും കയറാൻ പറ്റില്ല. റീസൺ കാരണം അവിടെയും കയറാൻ പറ്റില്ല. ഇനി പുറത്ത് എവിടെ പോകുന്നത്? ഇപ്പം എങ്ങനെയെങ്കിലും കയറണം, നമുക്ക് ഒന്ന് കറങ്ങടിച്ചിട്ട് വരാം. നല്ല രസമുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ ഫുൾ എക്കോ പോലത്തെ സെറ്റപ്പുകളാണ് ഉള്ളിൽ വരാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ അന്ന് വന്നപ്പോൾ അകത്ത് സൈലൻ്റാണ്, നല്ല പിൻഡ്രോപ്പ് സൈലൻ്റാണ്. പക്ഷെ അകത്ത് വെച്ച് ഇപ്പോൾ ഒരു ഉടക്കുള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഉറങ്ങിപ്പോകും. അങ്ങനത്തെ ഒരു എക്കോയും നല്ലൊരു കാമായിട്ടുള്ളൊരു പ്ലേസാണ്. നല്ല രസം. കയറാൻ പറ്റില്ല കോവിഡിൻ്റെ ആയിരിക്കും. കയറാൻ സമ്മതിക്കുന്നില്ല. ഇവൻ കയറിയിട്ടുണ്ട് നേരത്തെ. എന്താ കാണാനുള്ള ഉള്ളിൽ? നല്ല സൈലന്റ്, നല്ലൊരു വൈബ് ഉള്ളിൽ. സൈലന്റ് കീപ് സൈലൻസ് എന്ന് പറഞ്ഞു. നല്ല എക്കോ ആൾക്കാർ അകത്ത് ചിലപ്പോൾ അതായിരിക്കും അല്ലേ? മെയിൻ്റനൻസിൻ്റെ ആയിരിക്കില്ല, കോവിഡിൻ്റെ ആയിരിക്കും. അടുത്ത പണി കിട്ടി ഗൈസ്. നമുക്ക് ആ കസേരയിൽ പോയിരിക്കാം. അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്ന സ്റ്റേജ് പോലത്തെ പരിപാടി ഉണ്ട്. ഇതാണ് സ്റ്റേജ്. സ്റ്റേജില്ലാതെ നടക്കല്ലേ? പിന്നെ നമുക്ക് എന്തൊക്കെ പറയാനുള്ളത്? ലോട്ടസ് ടെമ്പിൾ നൈസായിട്ട് ചീറ്റിപ്പോയിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്ത് പോകണം. അപ്പം മറ്റന്നാൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്തുള്ളിൽ കിരൺ ട്രെയിൻ കയറണമാണ്. അപ്പം ഇന്നിപ്പോൾ രജിസ്റ്റർ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, വണ്ടി എടുക്കണം. അതിന് ജനറേറ്റർ നമ്മൾ നൈസായിട്ട് ഫുൾ പാക്ക് ചെയ്ത് പിന്നെ ഇവൻ്റെ വണ്ടി കയറ്റി പാഴ്സൽ ചെയ്യണം. പിന്നെ ലഡാക്ക് ആയിട്ടില്ല, അതൊക്കെ അഴിച്ച് പീസ് ആക്കിയിട്ട് അതൊക്കെ എല്ലാം കയറ്റി പാഴ്സൽ ചെയ്യണം. ഇൻഡക്ഷൻ കുക്കർ, കെറ്റിൽ പരിപാടി എല്ലാം അല്ലേ? അതെ, കുറേ ലഗേജ് ഉണ്ട്. മീനില്ല. ഒരു ഫൗണ്ടർ ഉണ്ടായിരുന്നു, ഫൗണ്ടറിന് സെറ്റപ്പ് ഉണ്ടല്ലോ. ഇതൊക്കെ ചീറ്റ് അടിക്കണം. അന്നേരം വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരുന്നു അല്ലേ? എന്തായാലും കാണാൻ പറ്റി. എവിടെ പോയി നമുക്ക് ഇതാണോ ഇത്? മാർബിളൊക്കെ ഫ്രീ. ഗൈസ്, പിന്നെ ഡൽഹി വന്നിട്ടുണ്ടെങ്കിൽ പ്രാവുകൾക്ക് മാത്രമേ ക്ഷാമമില്ല. ലാവിഷ് പ്രാവാണ്. അത് കൊടുക്കാൻ എല്ലാ ജംഗ്ഷനുകളിലും പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ലോട്ടസ് ടെമ്പിളിൽ വന്ന് കണ്ടു. എല്ലായിടത്തും ഒരേ ടൈപ്പ് ഷേപ്പൊക്കെ തന്നെയാണ്. ഡൽഹി വരുന്നവരും തലമൊന്ന് കാണാം. നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അതിന് കാരണം ഡൽഹി സിറ്റിയിലെ തിരക്ക് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ നമ്മൾ വിചാരിക്കില്ല അല്ലേ? അകത്ത് കയറാൻ പറ്റില്ല. അത് അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല രസമാണ്. അതിരിക്കും. രാത്രി ഇവിടെ ലൈറ്റിംഗ് സെറ്റപ്പ് തോന്നുന്നു. രാത്രി ഞാൻ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ലൈറ്റ് ഒരു പ്രത്യേക ഒരു അകത്ത് അന്നേരം കയറാൻ പറ്റുമെന്ന് പറയാൻ പോലെ ടൈം ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് വേറെ ട്രോഫി കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡൽഹി ലോക്ക്ഡൗൺ വരുമെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതായത് സ്മോക്ക് പൊല്യൂഷൻ കണ്ട് 2-3 ദിവസത്തേക്ക് ഡൽഹി ലോക്ക്ഡൗൺ ചെയ്യണമെന്ന് കോടതി വിധിയൊക്കെ വന്നെന്ന് പറയുന്നുണ്ട്. അതിന് കൺഫേം ആയില്ല. അങ്ങനെ കൺഫേം ആയിക്കഴിഞ്ഞാൽ വിൽക്കാരൻ അവിടെ ലോക്കായി പോകും. നിങ്ങളുടെ എന്താ അത് കേട്ടായിരുന്നോ ലോക്ക്ഡൗൺ വരുന്ന കാര്യം? ഇല്ല, അറിഞ്ഞില്ലേ? അതായത് സ്മോക്ക് കേട്ടു. അപ്പോൾ ആ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ലോക്ക്ഡൗൺ വെക്കണമെന്നുണ്ട് സുപ്രീം കോടതി ഒരു വിധി വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ ഇവിടെ ലോക്ക്ഡൗൺ വരാൻ സാധ്യത ഡൽഹിയിൽ. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നില്ല. അത് പറയണത്രേ ഉള്ളൂ. കാറുകളും വണ്ടികളും ഒരു 3-4 ദിവസത്തേക്ക് ഓടണില്ല. അപ്പൊക്കെ സ്മോക്ക് മാറും എന്നാണ് അവർ പറയണത്. ഒരു ഐഡിയ ഇല്ല ഇരുപത്തിണ്ടാവുന്നു. അപ്പോൾ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനമ്മ, അനിയത്തി. ഓക്കെ. അപ്പോൾ വീട്ടുകാർ ട്രിപ്പൊക്കെ പോകണമെന്ന് ഇപ്പം പറഞ്ഞില്ലേ? ഇല്ല, ഹാപ്പി സപ്പോർട്ടിങ് ആണ്. അതെ. എന്നത്തേക്ക് വരുന്ന പോലെ പറഞ്ഞ ഇനി ഞാൻ പറഞ്ഞില്ല 28 ആകുമ്പോൾ വീട്ടിലോട്ട് എത്താൻ പ്ലാൻ ഉണ്ട്. എന്ത് വർക്ക്? ഞാൻ മെക്കട്രോണിക്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ. മെക്കട്രോണിക്സിന്റെ കോഴ്സ്. ഓക്കെ. അതേ ഇനി വർക്കിന് കാരണം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. നമ്മൾ ലോട്ടസ് ടെമ്പിളിൽ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഷോറൂമിലോട്ട് പോയത്. പിന്നെ ഷോറൂമിൽ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. എന്നാലും
അതിന് ചെറിയൊരു ബ്രീഫ് ചെയ്യാം. അവിടെ വെച്ച് നമ്മൾ ലൈവ് കയറിയായിരുന്നു വണ്ടിയിലെ ചാർജർ റീപ്ലേസ് ചെയ്യുന്നതിനെ ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ ചാർജർ റീപ്ലേസ് ചെയ്യുന്നതിൽ ഫണ്ട് തിരിച്ചതിനെ ബന്ധപ്പെട്ടായിട്ട് നമ്മൾ ചെറിയൊരു ലൈവൊക്കെ നമ്മൾ യൂട്യൂബിൽ പോയായിരുന്നു. അതിൻ്റെ പുറകെ ഇപ്പോൾ കമ്പനി നമുക്ക് പറഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ എൻ്റെ ചാർജറിൻ്റെ പൈസ റീഫണ്ട് ചെയ്യാമെന്നൊരു മെയിലൊക്കെ അവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ 2 ആഴ്ച ഇനി വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്കിത് നോക്കാം എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ 2 ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യാം. 2 ആഴ്ചക്കുള്ളിൽ റീഫണ്ട് വന്നില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവർക്കെതിരെ നമ്മൾ മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തരാനുള്ള കുറച്ച് അപ്ഡേറ്റ്സ്. അതിന് ശേഷം നമ്മൾ 2 ദിവസം കുറച്ച് കാര്യങ്ങളുടെ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ കിരണിൻ്റെ ടിക്കറ്റ് പാസ് ഷുവറായിട്ടുണ്ട്. അപ്പോൾ കിരണ് ഇന്ന് രാത്രിക്കുള്ളിൽ അവൻ ട്രെയിൻ കയറുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ജനറേറ്ററും നമ്മുടെ വണ്ടി ഇത്രയും നാൾ ചാർജ് ചെയ്യാൻ ഉപേക്ഷിച്ചത്. നമ്മൾ ഡൽഹിയിൽ നിന്ന് മണാലി വരെ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്തു. മണാലി തിരിച്ച് ഡൽഹി വരെ അതിന് ചോദിച്ചാൽ നമ്മൾ ചാർജ് ചോദിച്ചത്. അപ്പോൾ ആ ജനറേറ്ററും കിരണിൻ്റെ ബൈക്കും കിരണും എല്ലാം കൂടെ ഇന്ന് രാത്രി ട്രെയിൻ കയറി തിരിച്ച് എറണാകുളത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പഴയ പോലെ തന്നെ ഒരു ജനറേറ്ററിൻ്റെ സഹായമില്ലാതെ നമ്മൾ ഡൽഹി വരെ എങ്ങനെ വന്നു അതേപോലെ നമ്മൾ ഡൽഹിയിൽ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് നമ്മൾ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ച് വരാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം കാണിച്ചു തരാം. അതായത് കിരണിൻ്റെ ബൈക്ക് നമ്മൾ ഉണ്ടായിരുന്ന ലഡാക്ക് കാര്യം നമ്മൾ എടുത്ത് നമ്മുടെ സ്കൂട്ടറിലോട്ട് കയറ്റിയിട്ടോ. അപ്പോൾ ഇനി തൊട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പ്രാവശ്യം ചാർജ് ചെയ്യുമ്പോൾ എല്ലാ ലഗേജും ഇറക്കി പിടിച്ചൊക്കെ നമ്മൾ ചെയ്യണമെന്ന്. അപ്പോൾ ഇതിന് അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മുടെ ടോപ്പ് ബോക്സ് വരും. ടോപ്പ് ബോക്സ് ഈ സൈഡിൽ നമ്മൾ ടെൻറ്റും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് പാക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബാഗ്, നമ്മുടെ ട്രാവൽ ബാഗും അതിലൂടെയൊക്കെ ഈ സൈഡിൽ വെച്ച് സെറ്റ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ പ്ലാൻ ചെയ്യണം. ഇന്ന് രാത്രി ഒരു 8:30 ആകുമ്പോഴേക്കും ട്രെയിൻ കയറണം കേട്ടോ കിരൺ. അപ്പോൾ നമ്മുടെ വണ്ടി സർവീസിൽ കിട്ടിയായിരുന്നു. ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി ന്യൂഡൽഹിയിലുള്ളത്. ഞാനൊരു 3 ദിവസം കൊണ്ട് ന്യൂഡൽഹിയിലുണ്ടാവും. കാരണം നമുക്ക് അധികം വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുറേ അധികം പാക്കിങ്ങും ടിക്കറ്റ് റിസർവേഷൻ പരിപാടിയൊക്കെ ആയിട്ട് നല്ല ഓട്ടത്തിലായിരുന്നു. അതാ പറ്റിപ്പോയി കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ദിവസം തന്നെ നമ്മൾ നല്ല കുറച്ച് ഡൽഹിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷ്വൽസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആണെങ്കിൽ ഇന്ത്യൻ ഗേറ്റിൽ പോയപ്പോൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത്. ഇന്ത്യ ഗേറ്റിന് ചുറ്റിനും കുറച്ച് മെയിൻ്റനൻസ് പരിപാടിയൊക്കെ നടക്കുന്നതാണ്. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ പോയി അവിടെ ചെന്നപ്പോഴും അവിടെയും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. കാരണം വേറെ കൊണ്ടല്ല, എന്താ പാർലമെൻറ്റിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അത് വേറെ ഒന്നുമില്ല, അവിടെ എന്തോ കുറച്ച് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ഇഷ്യൂകളുണ്ട്. അവിടെയും കയറ്റിയില്ല. അപ്പോൾ നമുക്കിന്നേലും ഈ കൊച്ചി മെട്രോയും പരിപാടിയൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം വേറെ സംഭവങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കിരൺ മച്ചാൻ ഇന്ന് പോകുന്നതാണ്. അവന് എന്ത് പറയാമെന്ന് ചോദിച്ചോട്ടെ കേട്ടോ. 20 ദിവസം പറഞ്ഞ് വന്നതാ. 10-30 ദിവസമായി. നമ്മൾ വിചാരിച്ച കാര്യം നടത്താനും പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ജനറേറ്ററിൻ്റെ കാരണം കുറച്ച് ഉപകാരപ്പെട്ട്, കുറച്ചല്ല നല്ല രീതിയിൽ ഉപകാരപ്പെട്ട്. ഇനിയിപ്പോൾ എന്തായാലും തിരിച്ച് പോകണം. കുറച്ച് കഴിയുമ്പോൾ 8 മണിക്ക് ട്രെയിനുണ്ട്. 18-18 തീയതി. അപ്പോൾ ഇന്ന് ഇപ്പോൾ വണ്ടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഒറ്റക്കായിരിക്കും അവൻ്റെ യാത്ര. ഞാനിവിടെ വെച്ച് ബൈ ജനറേറ്ററില്ല. തിരിച്ച് ജനറേറ്റർ കുറേ അഭ്യൂഹങ്ങൾ അവിടെ നിന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ജനറേറ്റർ കൊണ്ട് ഫുള്ള് ഇറങ്ങി. അവിടെ പമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ജനറേറ്റർ മെയിനായിട്ട് എടുത്തത്. അത് ഉപകാരപ്പെട്ടത് ആ കയറ്റത്ത് ആ മേലോട്ട് കയറിയപ്പോൾ. ഇനിയിപ്പോൾ അത് തിരിച്ച് പാക്ക് ചെയ്യാനാണ്. എൻ്റെ കൂടെ പോരും ജനറേറ്ററും കൂടെ പോരും. ഇനിയിപ്പോൾ നാട്ടിലേക്ക് ഇന്ന് പോകും. അവനിപ്പോൾ എന്തായാലും ഒറ്റക്കായിരിക്കും. തിരിച്ച് എല്ലായിടത്തും കറങ്ങി വരുള്ളൂ ഒറ്റക്ക്. കുറച്ചധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, കുറച്ചധികം സ്ഥലങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഗായ്സ്, വെട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന രാത്രി 8:30 ഇവൻ പോവും, ഞാൻ വേണ്ടി സോളോ. അപ്പോൾ ബൈ ഗായ്സ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്യട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ. ബൈ ഗായ്സ്.